ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി B.A ഇംഗ്ലീഷ് 3ാം സെമിസ്റ്ററിലെ അപ്രീഷിയേറ്റിംഗ് പ്രോസിൽ വരുന്ന കം സെപ്റ്റംബർ എന്നൊരു ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. വലിയൊരു ചാപ്റ്ററാണ്, ഒരു ദീർഘമായിട്ടുള്ള പ്രസംഗമാണ്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു സമ്മറിയും ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ എന്നിവയ്ക്കുള്ള നോട്ടുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. അരുന്ധതി റോയ് chooses to read her speech due to her comfort as a writer and the complexity of the subject. അരുന്ധതി റോയ് ഈ പ്രസംഗം എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന് വായിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഹെർ കംഫർട്ട് ആസ് എ റൈറ്റർ, ഒരു എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക് അവർക്കതാണ് കംഫർട്ട്. ആൻഡ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദ സബ്ജക്റ്റ്, ആ വിഷയത്തിൻ്റെ സങ്കീർണതയും കാരണം കൊണ്ട് അവർ എഴുതി തയ്യാറാക്കിയ പ്രസംഗം വായിക്കുകയാണ് ചെയ്യുന്നത്. ഷീ ബിലീവ്സ് ദാറ്റ് സ്റ്റോറീസ് ചൂസ് റൈറ്റേഴ്സ്. അവർ വിശ്വസിക്കുന്നത് കഥകൾ എഴുത്തുകാരെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. എംഫസൈസിങ് ദാറ്റ് ബോത്ത് ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ ആർ ഫോംസ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. അവർ എംഫസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഊന്നി പറയുന്നത് ബോത്ത് ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ. ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി എഴുതുന്ന കഥകൾ, നോൺ ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ ആയിട്ടുള്ള കഥകൾ. ആർ ഫോംസ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്, രണ്ടും കഥ പറയുന്നതിൻ്റെ ഭാഗമാണ് എന്നാണ് അവർ പറയുന്നത്. ഹെർ പ്രൈമറി തീം ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പവർ ആൻഡ് പവർലെസ്നെസ്. അവരുടെ പ്രധാനമായിട്ടുള്ള തീം പവർ ആൻഡ് പവർലെസ്നെസ്. പവർ എന്ന് പറഞ്ഞാൽ അധികാരം, ശക്തി എന്നൊക്കെ നമുക്ക് പറയാം. അതുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള അവസ്ഥയാണ് അവരുടെ പ്രധാനപ്പെട്ട തീം. റോയ് ക്രിട്ടിസൈസസ് ഇന്ത്യൻ ആൻഡ് പാകിസ്ഥാനി ഗവൺമെൻറ്റ്സ് ഫോർ പ്രൊമോട്ടിംഗ് ദി ഐഡിയ ഓഫ് എ ന്യൂക്ലിയർ വാർ ആൻഡ് ലേബലിംഗ് ഡിസെൻഡിങ് സിറ്റിസൺസ് ആസ് ആൻറ്റി നാഷണൽസ്. റോയ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്, വിമർശിക്കുന്നത് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഗവൺമെൻറ്റുകളെയാണ്. ഫോർ പ്രൊമോട്ടിംഗ് ദി ഐഡിയ ഓഫ് എ ന്യൂക്ലിയർ വാർ, ഒരു ന്യൂക്ലിയർ വാർ, ആണവ യുദ്ധത്തിൻ്റെ ആശയം ഈ രണ്ട് ഗവൺമെൻറ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. പരസ്പരം ശത്രുക്കളായി കണ്ടുകൊണ്ട് ഒരു യുദ്ധത്തിന് ഉള്ള സാധ്യതകളൊക്കെ അവരുണ്ടാക്കുന്നു എന്ന് പറയുന്നു. ആൻഡ് ലേബലിംഗ് ഡിസെൻഡിങ് സിറ്റിസൺസ്, ഡിസെൻഡിങ് അതിനോട് വിയോജിക്കുന്ന സിറ്റിസൺ, പൗരന്മാരെയെല്ലാം ആൻറ്റി നാഷണൽസ് എന്ന് വിളിക്കുന്നു എന്നുകൂടി അവർ ആരോപിക്കുന്നു. ആൻറ്റി നാഷണൽ എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹികൾ. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഗവൺമെൻറ്റുകൾ പരസ്പരം ശത്രുക്കളായി കണ്ടുകൊണ്ട് ഒരു ആണവ യുദ്ധമൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതിനോട് വിയോജിക്കുന്ന ആളുകളെയെല്ലാം രാജ്യദ്രോഹികൾ എന്നുള്ള രീതിയിലാണ് ലേബൽ ചെയ്യുന്നത് എന്നുകൂടി അവർ പറയുന്നു. നാഷണലിസം ഈസ് ക്രിട്ടിസൈസ്ഡ് ആസ് ദ കോസ് ഓഫ് മച്ച് 20th century ജെനോസൈഡ്. നാഷണലിസം അല്ലെങ്കിൽ ദേശീയവാദം ആണ് അടുത്തതായിട്ട് വിമർശിക്കപ്പെടുന്നത്. ആസ് ദ കോസ് ഓഫ് ജെനോസൈഡ്. ജെനോസൈഡ് എന്ന് പറഞ്ഞാൽ വംശഹത്യ. നമുക്ക് 2ാം ലോക മഹായുദ്ധകാലത്ത് നാസി ജർമ്മനിയിൽ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തതിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ രീതിയിൽ പല വംശഹത്യകളുടെയും പ്രധാനപ്പെട്ട കാരണമായിട്ട് നാഷണലിസം അല്ലെങ്കിൽ ദേശീയതയാണ് ഉണ്ടായിട്ടുള്ളത് എന്നവർ വിമർശനാത്മകമായിട്ട് പറയുന്നു. ഷീ ഡിസ്ക്രൈബ്സ് ഫ്ലാഗ്സ് ആസ് ടൂൾസ് യൂസ്ഡ് ബൈ ഗവൺമെൻറ്റ്സ് ടു മാനിപ്പുലേറ്റ് സിറ്റിസൺസിസ് മൈൻഡ്സ്. അവർ ഫ്ലാഗ്സിനെ, പതാകകളെ വിവരിക്കുന്നത് ടൂൾസ് യൂസ്ഡ് ബൈ ഗവൺമെൻറ് ഉപയോഗിക്കുന്ന ടൂൾസാണ്, ഉപകരണങ്ങളാണ്. ടു മാനിപ്പുലേറ്റ് സിറ്റിസൺസിസ് മൈൻഡ്. മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കബളിപ്പിക്കുക, പറഞ്ഞു പറ്റിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. പൗരന്മാരുടെ മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ഫ്ലാഗ്സ് എന്നവർ പറയുന്നു. റോയ് ഹൈലൈറ്റ്സ് ഹൗ ആർട്ടിസ്റ്റ് സംടൈംസ് കോംപ്രമൈസ് ദെയർ വർക്ക് ഫോർ ദെയർ നാഷൻസ് സർവീസ്. അടുത്തായിട്ട് അവർ ഹൈലൈറ്റ് ചെയ്യുന്നത് ആർട്ടിസ്റ്റുകൾ, കലാകാരായിട്ടുള്ള ആളുകൾ ചില സമയത്ത് അവരുടെ വർക്ക് രാജ്യത്തിൻ്റെ സേവനത്തിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്നു എന്ന് പറയുന്നു. സൈറ്റിംഗ് എക്സാമ്പിൾസ് ഫ്രം ഇന്ത്യ, പാകിസ്ഥാൻ ആൻഡ് ദ US. അതിനവർ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഷീ ക്വസ്റ്റ്യൻസ് ദ ലേബലിംഗ് ഓഫ് ക്രിറ്റിക്സ് ആസ് ആൻറ്റി അമേരിക്കൻ ആൻഡ് ദി ആക്യുറസി ഓഫ് ദിസ് ടേം. അവർ ചോദ്യം ചെയ്യുന്നത് ലേബലിംഗ് ഓഫ് ക്രിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വിമർശകർ,
ഗവൺമെൻറ്റിൻ്റെ പോളിസികളെ വിമർശിക്കുന്ന ആളുകളെ ആൻറ്റി അമേരിക്കൻ, രാജ്യദ്രോഹികൾ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതിനെ അവർ ചോദ്യം ചെയ്യുന്നു. ആ ഒരു പദത്തിൻ്റെ ആക്യുറസിയും അല്ലെങ്കിൽ കൃത്യതയും അവർ ചോദ്യം ചെയ്യുന്നു. റോയ് കമ്പയർസ് ദി അമേരിക്കൻ സിനാരിയോ വിത്ത് ദി ഇന്ത്യൻ വൺ. അമേരിക്കയിലുള്ള ഈ സാഹചര്യത്തെ ഇന്ത്യയിലെ സാഹചര്യവുമായിട്ട് അവർ കമ്പയർ ചെയ്യുന്നു. വേർ ഡിസെൻറ്റ് അഗെയിൻസ്റ്റ് ദി ഗവൺമെൻറ് ഈസ് ഓഫ്റ്റൻ ബ്രാൻഡഡ് ആസ് ആൻറ്റി ഇന്ത്യൻ. അമേരിക്കയിൽ ആൻറ്റി അമേരിക്കൻ എന്ന് പറയുന്ന പോലെ ഇന്ത്യയിൽ ആൻറ്റി ഇന്ത്യൻ എന്ന് പറയുന്നു ഗവൺമെൻറ്റിൻ്റെ പോളിസികളെ വിമർശിക്കുന്ന ആളുകളെ. അതിനെ അവർ കമ്പയർ ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യുന്നു. ഷീ ചലഞ്ചസ് ഗവൺമെൻറ്റ്സ് റൈറ്റ് ടു ഡിഫൈൻ ദെയർ കൺട്രീസ് ആൻഡ് ക്രിട്ടിസൈസസ് എക്സ്ട്രീം ലേബലിംഗ് ഓഫ് ക്രിറ്റിക്സ് ആസ് എനിമീസ്. ഷീ ചലഞ്ചസ്, അവർ വെല്ലുവിളിക്കുന്നു അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നു ഗവൺമെൻറ്റ്സ് റൈറ്റ് ടു ഡിഫൈൻ ദെയർ കൺട്രീസ്. ഒരു രാജ്യം എന്നുള്ളതുകൊണ്ട് ഗവൺമെൻറ് എന്ത് ഡിഫൈൻ ചെയ്യുന്നു എന്നതിനുള്ള അവരുടെ അധികാരത്തെയും അവകാശത്തെയും അവർ ചോദ്യം ചെയ്യുന്നു. ആൻഡ് ക്രിട്ടിസൈസസ് എക്സ്ട്രീം ലേബലിംഗ് ഓഫ് ക്രിറ്റിക്സ് ആസ് എനിമീസ്. അവർ വിമർശിക്കുന്നവരെ ശത്രുക്കളായിട്ട് കാണുന്ന മനോഭാവത്തെയും അവർ വിമർശിക്കുന്നു. റോയ് questions the pretext behind the US war in Afghanistan and its feminist mission, pointing out inconsistencies. അടുത്തതായിട്ട് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക നടത്തുന്ന യുദ്ധത്തിൻ്റെ പ്രിടെക്സ്റ്റ് അല്ലെങ്കിൽ കാരണങ്ങളെയാണ് അവർ ചോദ്യം ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാൻ ആൻഡ് ഇറ്റ്സ് ഫെമിനിസ്റ്റ് മിഷൻ. അവിടെ അവർ പറയുന്ന ഫെമിനിസ്റ്റ് മിഷൻ നമുക്കറിയാം. ഈ അടുത്ത കാലത്ത് താലിബാനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിരുന്നു. പെൺകുട്ടികൾക്ക് സ്കൂളിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം, ആ രീതിയിൽ വിവേചനപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതൊക്കെ. അത്തരം കാര്യങ്ങളൊക്കെ യുദ്ധത്തിൻ്റെ കാരണമായിട്ട് അമേരിക്ക എടുത്തു പറയുന്നതിനെയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്. കാരണം അവിടെ ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. അഫ്ഗാനിസ്ഥാനിൽ മാത്രമല്ല സ്ത്രീകൾക്ക് പ്രശ്നങ്ങളുള്ളത് അല്ലെങ്കിൽ വിവേചനപരമായിട്ട് സമീപനങ്ങൾ നേരിടേണ്ടി വരുന്നത്. മറ്റ് പല രാജ്യങ്ങളിലും അങ്ങനെയുണ്ട്. പക്ഷേ ഒരിടത്ത് മാത്രം അത് യുദ്ധത്തിന് കാരണമാക്കുന്നതിലെ ഇൻകൺസിസ്റ്റൻസിയും അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. ഷീ റീകോൾസ് സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ്സ് ഇൻ സെപ്റ്റംബർ ഇൻക്ലൂഡിംഗ് ദ 9/11 അറ്റാക്സ് ആൻഡ് ദ സബ്സിക്വൻറ്റ് വാർസ് ആൻഡ് ഇൻ്റർവെൻഷൻസ്. അടുത്തതായിട്ട് അവർ സെപ്റ്റംബറിൽ നടന്നിട്ടുള്ള പ്രധാനമായിട്ടുള്ള സംഭവങ്ങളെ ഓർത്തെടുക്കുകയാണ്. ഇൻക്ലൂഡിംഗ് 9/11. 9/11 നിങ്ങൾക്കറിയാമല്ലോ. സെപ്റ്റംബർ 11 അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെൻറ്റർ വിമാനം ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചിട്ടുള്ള സംഭവമാണ്. അതുൾപ്പെടെ ലോക ചരിത്രത്തിൽ സെപ്റ്റംബറിലുണ്ടായിട്ടുള്ള സംഭവങ്ങളെയും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള യുദ്ധങ്ങളെയും മറ്റും അവർ ഓർത്തെടുക്കുന്നു. ക്രിറ്റിസിസം ഈസ് ഡയറക്റ്റഡ് അറ്റ് ദ US ഫോർ മിലിറ്ററി ആക്ഷൻസ് ആൻഡ് കോർപ്പറേറ്റ് ഗ്ലോബലൈസേഷൻ. അടുത്തായിട്ട് അവർ വിമർശിക്കുന്നത് US-നെയാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെയാണ്, അമേരിക്കയാണ്. ഫോർ മിലിറ്ററി ആക്ഷൻസ്, ഈ സൈനിക ഇടപെടലുകൾ നടത്തുന്നതിനെയും കോർപ്പറേറ്റ് ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം, കോർപ്പറേറ്റ് മുതലാളിത്തം തുടങ്ങിയ സങ്കല്പങ്ങളെയും അവർ വിമർശിക്കുന്നു. വിച്ച് ഷീ ബിലീവ്സ് വീക്കൻ ഡെമോക്രസി ആൻഡ് ലീഡ് ടു സിവിൽ അൺറെസ്റ്റ് ആൻഡ് ടെററിസം. അവർ വിശ്വസിക്കുന്നത് അത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നു. ആൻഡ് ലീഡ് ടു സിവിൽ അൺറെസ്റ്റ് ആൻഡ് ടെററിസം. സിവിൽ അൺറെസ്റ്റ്, ആളുകൾക്ക് വിയോജിപ്പ് ഉണ്ടാവുന്നു, എതിർപ്പുകൾ ഉണ്ടാവുന്നു, കലാപങ്ങൾ ഉണ്ടാവുന്നു, തീവ്രവാദം ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ഉണ്ടാവുന്നതിന് ഇവരുടെ ഇത്തരം നയങ്ങളാണ് കാരണം എന്നുള്ള രീതിയിൽ അവർ വിമർശിക്കുന്നു. റോയ് കൺക്ലൂഡ്സ് വിത്ത് എ ഗ്ലിമ്മർ ഓഫ് ഹോപ്പ്. ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അവർ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. സജസ്റ്റിംഗ് ദാറ്റ് പവർ സ്ട്രക്ചേഴ്സ് ഹാവ് എ ഷെൽഫ് ലൈഫ്. അവർ പറയുന്നത് പവർ സ്ട്രക്ചറുകൾക്ക്, അധികാര കേന്ദ്രങ്ങൾക്ക്, രൂപങ്ങൾക്കെല്ലാം ഒരു ഷെൽഫ് ലൈഫാണ്. അത് എക്സ്പയറി ഉള്ള, അധികകാലം നീണ്ടു നിൽക്കാൻ കഴിയാത്തൊരു ലൈഫാണ് അവർക്കുള്ളത്. ആൻഡ് മേ ചേഞ്ച്, അതിന് മാറ്റം വരാം. ഹിൻഡിങ് അറ്റ് ഫ്യൂച്ചർ സൊല്യൂഷൻസ്. അവർ സൂചിപ്പിക്കുന്നത് ഭാവിയിൽ ഇതിലൊക്കെ മാറ്റങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അവർ സ്പീച്ച് അവസാനിപ്പിക്കുന്നത്. ഇനി ഇതിൽ നോട്ട്സാണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ഒക്കേഷൻ ഓഫ് അരുന്ധതി റോയ്സ് സ്പീച്ച് കം സെപ്റ്റംബർ? ഇവർ ഈ പ്രസംഗം നടത്തുന്നത് ഏത് ഒക്കേഷനിൽ വെച്ചിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അരുന്ധതി റോയ്സ് സ്പീച്ച് കം സെപ്റ്റംബർ വാസ് ഡെലിവേർഡ് ഓൺ ദി ഒക്കേഷൻ ഓഫ് റിസീവിംഗ് ദ ലാനൻ ഫൗണ്ടേഷൻസ് കൾച്ചറൽ ഫ്രീഡം അവാർഡ് ഇൻ 2002. 2002 ലാനൻ ഫൗണ്ടേഷൻ്റെ കൾച്ചറൽ ഫ്രീഡം അവാർഡ് സ്വീകരിക്കുന്ന വേദിയിൽ വെച്ചിട്ടാണ് അവർ ഈ പ്രസംഗം നടത്തിയിട്ടുള്ളത്.
വാട്ട് ഈസ് ദ റിക്കറിംഗ് തീം ഓഫ് റോയ്സ് റൈറ്റിംഗ്സ്? അരുന്ധതി റോയുടെ എഴുത്തുകളിലെ റിക്കറിംഗ് ആയി വരുന്ന അല്ലെങ്കിൽ ആവർത്തിച്ചു വരുന്ന തീം എന്താണ് എന്നാണ് ചോദ്യം. ദ റിക്കറിംഗ് തീം ഇൻ റോയ്സ് റൈറ്റിംഗ്സ് ഈസ് ദി എക്സാമിനേഷൻ ഓഫ് പവർ ഡൈനാമിക്സ്, particularly the relationship between power and powerlessness, often in the context of politics, nationalism and social justice. പവർ ഡൈനാമിക്സ്, പവറും പവർലെസ്നെസ്സും തമ്മിലുള്ള ബന്ധം, പ്രത്യേകിച്ചും പൊളിറ്റിക്കൽ, നാഷണലിസ്റ്റ്, സോഷ്യൽ കൺസെപ്റ്റിൽ, രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ അധികാരത്തിൻ്റെ വിനിയോഗവും അധികാരത്തിൻ്റെ വിതരണവും ഒക്കെ തമ്മിലുള്ള ബന്ധമാണ് അവരുടെ പ്രധാനമായിട്ടുള്ള തീമായിട്ട് വരുന്നത്. വൈ ഡസ് റോയ് കോൾ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ആസ് ബ്രെയിൻ വാഷ്ഡ് സിറ്റിസണറി? എന്തുകൊണ്ടാണ് റോയ് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട ആളുകളെന്ന് വിളിക്കുന്നത്? Arundhati Roy refers to the people of India and Pakistan as brainwashed citizenry because she believes that the governments of both countries promote nationalist narratives and the threat of nuclear war to manipulate and control the citizens' thoughts and actions. അവർ വിശ്വസിക്കുന്നത് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഗവൺമെൻറ്റുകൾ നാഷണലിസ്റ്റ് നരേറ്റീവ്സ്, ദേശീയവാദം പ്രചരിപ്പിക്കുകയും അതുപോലെ ത്രെറ്റ് ഓഫ് ന്യൂക്ലിയർ വാർ, ഒരു ആണവ യുദ്ധം ഉണ്ടാവുമെന്നുള്ള ഒരു ഭയം ഉണ്ടാക്കിക്കൊണ്ടും ആളുകളുടെ മനസ്സിനെയും ചിന്തകളെയും കൺട്രോൾ ചെയ്യുകയാണ്, മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് എന്ന് പറയുന്നു. എഫക്റ്റീവ്ലി ബ്രെയിൻ വാഷിംഗ് ദം ഇൻ ടു അക്സെപ്റ്റിംഗ് ദീസ് ഐഡിയോളജീസ്. അതിൻ്റെ ഫലമായിട്ട് ഈ ആളുകളെ അവർ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്, അവർ പറയുന്ന ആശയങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കുന്ന തരത്തിലേക്ക് എന്നാണ് റോയ് പറയുന്നത്. Who is branded as an anti-national in India according to Roy? റോയുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ ആൻറ്റി നാഷണൽ, രാജ്യദ്രോഹി എന്നൊക്കെ വിളിക്കപ്പെടുന്നത് ആരാണ് എന്നാണ്. According to Arundhati Roy, in India, those who hold views that are not in line with the government's policies are often branded or termed as anti-nationals by the government or its supporters. അവരുടെ അഭിപ്രായത്തിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസിയുമായിട്ട് ചേർന്ന് പോവാത്ത തരത്തിലുള്ള ആശയങ്ങളുള്ള എല്ലാവരെയും ആൻറ്റി നാഷണൽ എന്നാണ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരോ വിളിക്കുന്നത് എന്ന് പറയുന്നു. ഇനി പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് എന്നുള്ള സ്ട്രക്ചറിലാണ് നമ്മളിത് ആൻസർ ചെയ്തിരിക്കുന്നത്. അത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പാരഗ്രാഫ്സ് തയ്യാറാക്കാവുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, Flags are bits of colored cloth that government use first to shrink wrap people's brains and then as ceremonial shrouds to bury the dead. Explain. റോയ് പറയുന്നത് പതാകകൾ, കൊടികൾ എന്ന് പറയുന്നത് ഈ കളർ തുണികളാണ്. അത് ആദ്യം ആളുകളുടെ മനസ്സ് പൊതിയുന്നതിന് വേണ്ടിയും പിന്നീട് മരിച്ചവരുടെ സംസ്കാര ചടങ്ങിലുമാണ് ഉപയോഗിക്കുന്നത് എന്നാണ്. നോക്കാം. Arundhati Roy's statement suggests that flags are symbols employed by governments. ഗവൺമെൻറ്റുകൾ ഉപയോഗിക്കുന്ന സിമ്പലാണ് ഫ്ലാഗ് എന്നവർ പറയുന്നു. ഷീ കമ്പയർസ് ഫ്ലാഗ്സ് ടു ബിറ്റ്സ് ഓഫ് കളേർഡ് ക്ലോത്ത് ടു എംഫസൈസ് ദെയർ മെറ്റീരിയൽ നേച്ചർ. അവർ അത് ബിറ്റ്സ് ഓഫ് കളേർഡ് ക്ലോത്ത്, കളർ തുണികളാണ് എന്നവർ പ്രത്യേകം എടുത്തു പറയുന്നു. ടു എംഫസൈസ് ദെയർ മെറ്റീരിയൽ നേച്ചർ, അടിസ്ഥാനപരമായിട്ട് അതൊരു വസ്തുവാണ് എന്നുള്ള കാര്യം മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. The shrink wrap metaphor implies that governments use flags to manipulate and control people's thoughts and opinions, effectively restricting their mental freedom. ഷ്രിങ്ക് റാപ്പ്, പൊതിയാൻ ഉപയോഗിക്കുന്ന തുണി എന്നുള്ള മെറ്റഫറിലൂടെ അവർ പറയുന്നത് ഗവൺമെൻറ്റുകൾ ആളുകളുടെ മനസ്സ്, ചിന്തകൾ, അഭിപ്രായങ്ങളൊക്കെ പൊതിയാനാണ് അത് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ദേശീയ വികാരം കൊണ്ട് ആളുകളുടെ മെൻ്റൽ ഫ്രീഡം റിസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ചിന്തിക്കാനും അഭിപ്രായം പറയാനുള്ള ശേഷിയൊക്കെ ഗവൺമെൻറ് ഇല്ലാതാക്കുന്നു എന്നാണ് റോയ് പറയുന്നത്. Flags are later used as ceremonial shrouds in the sense that they are symbolize sacrifices made by individuals who died for their country. ഇനി സെറിമോണിയൽ ഷൗട്ട്സ് എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, പ്രമുഖരായിട്ടുള്ള ആളുകളും സൈനികരും മറ്റൊക്കെ മരണപ്പെടുന്ന സമയത്ത് ദേശീയ പതാക പുതുപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ആളുകളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ചിന്താശേഷിയും ഒക്കെ ഇതുകൊണ്ട് ആദ്യം പൊതിഞ്ഞു വയ്ക്കുന്നു. അങ്ങനെ ഗവൺമെൻറ്റുകൾ യുദ്ധം ഉണ്ടാക്കുന്നു.
എന്നിട്ട് ആ യുദ്ധത്തിൽ ആളുകൾ മരിക്കുമ്പോൾ അതേ പതാക തന്നെ അവരെ പുതുപ്പിക്കുന്നു എന്നുള്ള ഒരു സിംബലിസമാണ് അവരോട് പറയുന്നത്. The overall point is that governments utilize flags both to influence citizens' belief and to commemorate those who have given their lives, creating a dual symbolism. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ആദ്യം ആളുകളുടെ വിശ്വാസങ്ങളെയും അഭിപ്രായങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി, അതിനെ പൊതിഞ്ഞു വയ്ക്കാൻ വേണ്ടി ഫ്ലാഗ് ഉപയോഗിക്കുന്നു. എന്നിട്ട് യുദ്ധം ആവശ്യമാണ് എന്നുള്ള രീതിയിലൊക്കെ ഗവൺമെൻറ്റുകൾ ജനങ്ങളോട് സംസാരിക്കുന്നു. എന്നിട്ട് ആ യുദ്ധത്തിൽ മരിച്ചു പോകുന്ന ആളുകളുടെ സംസ്കാര ചടങ്ങിൽ അതേ പതാക തന്നെ അവരെ പുതുപ്പിക്കുന്നു എന്നുള്ള ഒരു സിംബോളിസമാണ് റോയ് പറയുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഡസ് റോയ് കൺക്ലൂഡ് അബൌട്ട് ദ പോസിബിലിറ്റി ഓഫ് ബീയിങ് ആൻറ്റി ആൻ എൻറ്റയർ കൺട്രി? ആൻറ്റി ആൻ എൻറ്റയർ കൺട്രി, ആൻറ്റി അമേരിക്കൻ, ആൻറ്റി ഇന്ത്യൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു രാജ്യത്തിന് മുഴുവൻ എതിരാകാൻ ഒരാൾക്ക് കഴിയുന്നതിനെ കുറിച്ച് എന്താണ് റോയുടെ അഭിപ്രായം? ഡസ് ഷീ അക്സെപ്റ്റ് ഓർ റിജക്ട് ദിസ് ലേബൽ? അങ്ങനെ ആളുകൾ രാജ്യദ്രോഹി എന്ന് മുദ്ര കുത്തുന്നതിനോട് അവർ യോജിക്കുന്നുണ്ടോ? എക്സ്പ്ലെയിൻ ഹെർ തിങ്കിങ്, അവരുടെ ചിന്തകൾ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Her stance reflects a commitment to freedom of expression and a belief that citizens should have the right to question and critique their government's actions without being labeled as unpatriotic. അവരുടെ അഭിപ്രായം, ആളുകൾക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശം ഉണ്ടായിരിക്കണം. കൂടാതെ റൈറ്റ് ടു ക്വസ്റ്റ്യൻ ആൻഡ് ക്രിട്ടിക് ദെയർ ഗവൺമെൻറ്റ്സ് ആക്ഷൻസ്, അവരുടെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തികളെ ചോദ്യം ചെയ്യാനും വിമർശിക്കാനുള്ള അവകാശം അവർക്കുണ്ടായിരിക്കണം. വിത്തൗട്ട് ബീയിങ് ലേബിൾഡ് ആസ് അൺപാട്രിയോട്ടിക്, അങ്ങനെ ചോദ്യം ചെയ്യുന്നതിൻ്റെ പേരിൽ അവരെ പാട്രിയോട്ടിക് അല്ല അല്ലെങ്കിൽ രാജ്യസ്നേഹം ഇല്ലാത്തവരല്ല എന്ന് പറയരുത് എന്നാണ് റോയുടെ അഭിപ്രായം. റോയ് ചലഞ്ചസ് ദി ഐഡിയ ദാറ്റ് ക്രിട്ടിസൈസിങ് എ ഗവൺമെൻറ്റ്സ് പോളിസീസ് ഓർ ആക്ഷൻസ് ഇക്വേറ്റ്സ് ടു ബീയിങ് ആൻറ്റി ദി എൻറ്റയർ നേഷൻ ഓർ ഇറ്റ്സ് പീപ്പിൾ. റോയ് ചോദ്യം ചെയ്യുന്നത് ക്രിട്ടിസൈസിങ് എ ഗവൺമെൻറ്റ്സ് പോളിസീസ് ഓർ ആക്ഷൻസ്, ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തികളെയോ അല്ലെങ്കിൽ പോളിസികളെയോ വിമർശിച്ചു കഴിഞ്ഞാൽ ഒരാൾ ആ രാജ്യത്തിന് മുഴുവൻ എതിരാണ് എന്ന് അർത്ഥമാകുന്നില്ല എന്നാണ്. ഷീ ഹൈലൈറ്റ്സ് ദാറ്റ് ഡിസെൻറ്റ് ആൻഡ് ക്രിറ്റിസിസം ആർ എസെൻഷ്യൽ ഫോർ എ ഹെൽത്തി ഡെമോക്രസി. അഭിപ്രായ വ്യത്യാസങ്ങളും വിമർശനങ്ങളും എല്ലാം ഒരു ജനാധിപത്യത്തിന് അത്യാവശ്യമാണ് എന്നവർ പറയുന്നു. And labeling critics as anti-nationals can stifle freedom of speech and open discourse. അങ്ങനെ വിമർശിക്കുന്നവരെയൊക്കെ രാജ്യദ്രോഹികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യവും മറ്റും ഇല്ലാതാവുന്ന സാഹചര്യത്തിലേക്ക് നയിക്കും എന്നുകൂടി അവർ പറയുന്നു. റോയ് റിജക്ട്സ് ദ സിംപ്ലിസ്റ്റിക് യൂസ് ഓഫ് സച്ച് ലേബൽസ്. ഇത്തരം വലിയ വലിയ വാക്കുകളെ ഇങ്ങനെ നിസ്സാരമായിട്ട് ഉപയോഗിക്കുന്നതിനെ അവർ എതിർക്കുന്നു. ആസ് ഷി ബിലീവ്സ് ദേ ഓവർ സിംപ്ലിഫൈ കോംപ്ലക്സ് ഇഷ്യൂസ്. കാരണം സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെ അവർ ഓവർ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആൻഡ് ഡിസ്കറേജ് ക്രിട്ടിക്കൽ തിങ്കിങ്, ആളുകൾ വിമർശനാത്മകമായിട്ട് ചിന്തിക്കുന്നതിനെ ഇല്ലാതാക്കാൻ അത് ശ്രമിക്കുന്നു എന്നുകൂടി അവർ പറയുന്നു. അടുത്തത്, വാട്ട് കൈൻഡ്സ് ഓഫ് എക്സ്പീരിയൻസസ് ആൻഡ് ഇമോഷൻസ് ഡസ് റോയ് ബിലീവ് ദാറ്റ് അമേരിക്കൻസ് ഷെയർ വിത്ത് അതേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് ദ സെപ്റ്റംബർ 11 ടെററിസ്റ്റ് അറ്റാക്സ്? റോയുടെ അഭിപ്രായത്തിൽ ഈ സെപ്റ്റംബർ 11 തീവ്രവാദ ആക്രമണത്തിന് ശേഷം അമേരിക്കക്കാർ ലോകത്തെ മറ്റുള്ളവരുമായിട്ട് എന്തൊക്കെ ഇമോഷൻസാണ് ഷെയർ ചെയ്യുന്നത് എന്നാണ്. ദി ഇമ്പാക്റ്റ് ഓഫ് സച്ച് ട്രാജിക് ഇവൻറ്റ് ട്രാൻസെൻഡ്സ് ബോർഡേഴ്സ്. ഇത്തരമൊരു ദുരന്തത്തിൻ്റെ ഇമ്പാക്റ്റ് അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് വ്യാപിക്കുന്നതാണ്. ആൻഡ് പീപ്പിൾ വേൾഡ് വൈഡ് ക്യാൻ എംപത്തൈസ് വിത്ത് ദ സഫറിങ് ആൻഡ് ലോസ് ദാറ്റ് ഇറ്റ് എൻറ്റെയിൽസ്. ലോകത്തെമ്പാടുമുള്ള ആളുകൾ അതിനോട് സഹതാപപൂർവം നോക്കുവാനും അതിൻ്റെ ആഘാതം അനുഭവിക്കാനും കഴിയുന്നവരാണ്. റോയ് അക്നോളജസ് ദാറ്റ് ദ പെയിൻ ആൻഡ് ആങ്കർ റിസൾട്ടിംഗ് ഫ്രം സച്ച് അറ്റാക്സ് ആർ നോട്ട് യുണീക്ക് ടു അമേരിക്കൻസ് ബട്ട് ആർ ഇമോഷൻസ് ദാറ്റ് എനിവൺ ഹു ഹാസ് എക്സ്പീരിയൻസ്ഡ് സച്ച് എ ട്രാജഡി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് റിലേറ്റ് ടു. റോയ് പറയുന്നത് ഇത് അമേരിക്കക്കാർക്ക് മാത്രമുള്ളൊരു വികാരമല്ല, കാരണം ഇതേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വികാരമാണിത്. നമുക്കറിയാം, ഇന്ത്യയിൽ മുംബൈയിലും മറ്റൊക്കെ ഇതുപോലെ ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. ലോകത്തിൻ്റെ പല പ്രദേശങ്ങളിൽ ഇതുപോലെ തീവ്രവാദ ആക്രമണങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ആ വേദനയും അതിൻ്റെ തീവ്രതയെല്ലാം അനുഭവിച്ചിട്ടുള്ളതാണ്, മനസ്സിലാക്കാൻ കഴിയുന്നവരാണ്. അമേരിക്കക്കാർക്ക് മാത്രമല്ല അത് അനുഭവിക്കാൻ കഴിയുന്നത് എന്നാണ് റോയ് പറയുന്നത്. വൈ ഡസ് റോയ് ബിലീവ് ദാറ്റ് അമേരിക്കൻ വേ ഓഫ് ലൈഫ് ഈസ് നോട്ട് സസ്റ്റൈനബിൾ? ഡു യു അഗ്രി വിത്ത് ഹെർ?
എന്തുകൊണ്ടാണ് റോയ് പറയുന്നത് അമേരിക്കൻ വേ ഓഫ് ലൈഫ് സസ്റ്റൈനബിൾ അല്ല, നിലനിർത്താൻ കഴിയുന്ന ഒന്നല്ല, സുസ്ഥിരമായിട്ടുള്ള ഒന്നല്ല എന്ന്? അതിന് പല കാരണങ്ങളുണ്ട്. നമുക്കത് ഓരോ പോയിന്റുകളായിട്ട് നോക്കാം. എൻവയോൺമെൻറ്റൽ കൺസേൺസ്. ഷീ ഈസ് കൺസേൺഡ് അബൌട്ട് ദി എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ അസോസിയേറ്റഡ് വിത്ത് ദി അമേരിക്കൻ ലൈഫ് സ്റ്റൈൽ സച്ച് ആസ് ഹൈ ലെവൽസ് ഓഫ് വേസ്റ്റ് ആൻഡ് പൊല്യൂഷൻ. ഒന്ന്, അമേരിക്കൻ വേ ഓഫ് ലൈഫ് പാരിസ്ഥിതികമായിട്ടുണ്ടാകുന്ന ആഘാതങ്ങൾ, ഒരുപാട് വേസ്റ്റും പൊല്യൂഷനൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം പറയുന്നത്. സോഷ്യൽ ഇനിക്വാലിറ്റി. റോയ് പോയിൻറ്റ്സ് ഔട്ട് ദാറ്റ് ദി അമേരിക്കൻ വേ ഓഫ് ലൈഫ് പ്രിപ്പച്വേറ്റ്സ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇനിക്വാലിറ്റി ബോത്ത് വിത്തിൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഗ്ലോബലി. അതുപോലെ തന്നെ സാമൂഹിക അസമത്വം. അമേരിക്കൻ വേ ഓഫ് ലൈഫ് അമേരിക്കയ്ക്കകത്തും പുറത്തും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടുള്ള അസമത്വങ്ങൾ സൃഷ്ടിക്കുന്നു എന്നവർ പറയുന്നു. റിസോഴ്സ് കൺസെപ്ഷൻ. റിസോഴ്സിൻ്റെ ഉപയോഗം. റോയ് ക്രിട്ടിസൈസ് ദി എക്സസീവ് കൺസെപ്ഷൻ ഓഫ് റിസോഴ്സസ് ഇൻ അമേരിക്കൻ സൊസൈറ്റി ഇൻക്ലൂഡിംഗ് എനർജി, വാട്ടർ ആൻഡ് ലാൻഡ്. എനർജി, വാട്ടർ, ലാൻഡ് തുടങ്ങിയിട്ടുള്ള റിസോഴ്സുകൾ എക്സസീവായിട്ട്, വളരെ അമിതമായിട്ടാണ് അമേരിക്കൻ സമൂഹം ഉപയോഗിക്കുന്നത് എന്നാണ് റോയുടെ വിമർശനം. പ്രോഫിറ്റ് സെൻട്രിക്. പ്രോഫിറ്റിനെ കേന്ദ്രീകരിച്ചുള്ള ചിന്താഗതി. She argues that the pursuit of profit often takes precedence over other values like social justice and environmental sustainability. പ്രോഫിറ്റ് എന്നുള്ള ലക്ഷ്യത്തിന് മാത്രം കേന്ദ്രീകരിച്ച് ചിന്തിക്കുമ്പോൾ ഈ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി, എൻവയോൺമെൻറ്റൽ പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കാതെ വരുന്നെന്നുകൂടി റോയ് വിമർശിക്കുന്നുണ്ട്. ഗ്ലോബൽ ഇമ്പാക്റ്റ്. റോയ് ഹൈലൈറ്റ്സ് ദ ഗ്ലോബൽ കോൺസിക്വൻസസ് ഓഫ് അമേരിക്കൻ പോളിസീസ്. അമേരിക്കയുടെ പോളിസിക്ക് ലോകവ്യാപകമായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ആഘാതത്തെക്കുറിച്ചിട്ടും അവർ പറയുന്നുണ്ട്. ഇൻക്ലൂഡിങ് മിലിറ്ററി ഇൻ്റർവെൻഷൻസ്, പ്രത്യേകിച്ചിട്ട് മിലിറ്ററി ഇൻ്റർവെൻഷൻസ്, സൈനിക നടപടികൾ ഉണ്ടാകുമ്പോൾ, വിച്ച് ക്യാൻ ലീഡ് ടു ഇൻസ്റ്റെബിലിറ്റി ആൻഡ് കൺഫ്ലിക്റ്റ് ഇൻ വേരിയസ് റീജിയൻസ്. അത് ലോകത്തിൻ്റെ പല ഭാഗത്തും ഇൻസ്റ്റെബിലിറ്റിയും കൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാവും. നമുക്കറിയാം, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ പല ഉദാഹരണങ്ങളുണ്ട്. അത്തരത്തിൽ അമേരിക്കയുടെ സൈനിക ഇടപെടലുകൾ ലോകത്തിൻ്റെ മറ്റ് ഭാഗത്ത് അസ്ഥിരതയൊക്കെ ഉണ്ടാക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഇനി 2 എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ദ കൺസെപ്റ്റ് ഓഫ് നാഷണലിസം ആൻഡ് ആൻറ്റി അമേരിക്കനിസം ആസ് ഡിസ്കസ്ഡ് ബൈ റോയ് ഇൻ ഹെർ സ്പീച്ച് കം സെപ്റ്റംബർ. നാഷണലിസം, ദേശീയത, അതുപോലെ ആൻറ്റി അമേരിക്കനിസം, അമേരിക്കൻ വിരുദ്ധത, പൊതുവിൽ പറയുകയാണെങ്കിൽ രാജ്യവിരുദ്ധത, രാജ്യദ്രോഹം എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് അവരെന്താണ് പറയുന്നത്? നാഷണലിസത്തെക്കുറിച്ച് പറയുന്നത്, റോയ് ക്രിട്ടിസൈസസ് ദ യൂസ് ഓഫ് നാഷണലിസം ബൈ ഗവൺമെൻറ്റ്സ് ഇൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ where they promote the idea of nuclear war to manipulate citizens' thoughts and actions. അവർ ദേശീയത ഉപയോഗിച്ചുകൊണ്ട് ആളുകളിൽ, ഗവൺമെൻറ്റുകൾ ഭയം സൃഷ്ടിച്ച് അവരെ കൺട്രോൾ ചെയ്യുന്നതിനെ വിമർശിക്കുകയാണ്. ഇന്ത്യയിലും പാകിസ്ഥാനിലും അമേരിക്കയിലും ഉൾപ്പെടെ ഒരു യുദ്ധത്തിൻ്റെ ഭയമൊക്കെ നിലനിർത്തിക്കൊണ്ട് ആളുകളുടെ ചിന്തയെയും അതുപോലെ അഭിപ്രായങ്ങളെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സാഹചര്യത്തെ അവർ വിമർശിക്കുന്നു. She argues that nationalism is often used to suppress dissent and label critics as anti-nationals. കൂടാതെ അവർ വാദിക്കുന്നത് നാഷണലിസം അല്ലെങ്കിൽ ദേശീയത എന്ന് പറയുന്നത് പലപ്പോഴും ദുരുപയോഗം ചെയ്യാറുണ്ട്. എതിരഭിപ്രായം പറയുന്നവരെയും വിമർശിക്കുന്നവരെയെല്ലാം രാജ്യദ്രോഹികളെന്ന് മുദ്ര കുത്താൻ വേണ്ടി അതിനെ ദുരുപയോഗം ചെയ്യാറുണ്ട് എന്നവർ പറയുന്നു. റോയ് believes that nationalism has been responsible for much of the 20th century genocide and can be a tool for governments to control citizens' minds through symbols like flags. കൂടാതെ 20ാം നൂറ്റാണ്ടിലെ പ്രധാനമായിട്ടുള്ള ജെനിസൈഡ്, വംശഹത്യകൾക്കെല്ലാം നാഷണലിസമാണ് പ്രധാനമായ കാരണമായത് എന്നുകൂടി അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ ജർമ്മനിയിൽ ഈ നാസികൾ നടത്തിയിട്ടുള്ള സംഭവങ്ങൾ, അതുപോലെ ബോസ്നിയയിലും മറ്റ് ലോകത്തിൻ്റെ പല ഭാഗത്തും വംശഹത്യകൾ നടത്തിയതിൽ നാഷണലിസത്തിന് അല്ലെങ്കിൽ ദേശീയതയ്ക്കുള്ള പങ്ക് അവരെടുത്ത് പറയുന്നു. കൂടാതെ ആളുകളുടെ മനസ്സ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റുകൾ അതിൻ്റെ ടൂളായിട്ട് ഉപയോഗിക്കുന്നത് കൂടി അവർ വിമർശിക്കുന്നുണ്ട്. ഇനി ആൻറ്റി അമേരിക്കനിസം എന്നതിനെക്കുറിച്ച് എന്താണ് അവർ പറയേണ്ടതെന്നുള്ളത്. റോയ് ഡിസ്കസസ് ദ ലേബൽ ഓഫ് ആൻറ്റി അമേരിക്കൻ ആൻഡ് ക്വസ്റ്റ്യൻസ് ഇറ്റ്സ് ആക്യുറസി. ആൻറ്റി അമേരിക്കൻ എന്ന് പറയുന്ന പദത്തിൻ്റെ ആക്യുറസി, കൃത്യത അവർ ചോദ്യം ചെയ്യുന്നു. എസ്പെഷ്യലി വെൻ യൂസ് ടു ബ്രാൻഡ് ക്രിറ്റിക്സ് ഓഫ് ദ US ഗവൺമെൻറ്റ്സ് ആക്ഷൻസ്. പ്രത്യേകിച്ച്
യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തികളെ വിമർശിക്കുന്നവരെല്ലാം ആൻറ്റി അമേരിക്കൻ എന്ന് വിളിക്കുന്നതിനെ അവർ വിമർശിക്കുന്നു. ഷീ ഹൈലൈറ്റ്സ് ഹെർ ഓൺ എക്സ്പീരിയൻസ് ഓഫ് ബീയിങ് ടേംഡ് ആൻറ്റി അമേരിക്കൻ ഫോർ ക്രിറ്റിസൈസിങ് ദ US ഗവൺമെൻറ്റ്സ് ആക്ഷൻസ്. അവരുടെ സ്വന്തം അനുഭവം അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തികളെ വിമർശിച്ചതിൻ്റെ പേരിൽ അവരെയും ആൻറ്റി അമേരിക്കൻ എന്ന് വിളിച്ചതിൻ്റെ അനുഭവം അവർ പങ്കുവയ്ക്കുന്നു. Roy suggests that the term anti-American is used to define and dismiss critics by the American establishment, but she challenges this definition. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിനെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ആൻറ്റി അമേരിക്കൻ എന്ന് വിളിക്കുന്ന ഒരു സങ്കല്പത്തെ അവർ എതിർക്കുന്നു. She points out that many Americans themselves criticize their government's policies, and some of the most scholarly critics come from American citizens. അതുപോലെ അമേരിക്കയിലുള്ള അമേരിക്കക്കാരായിട്ടുള്ള ആളുകൾ തന്നെ അവരുടെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തികളോട് വിയോജിപ്പുള്ളവരുണ്ട്. ആ തരത്തിൽ പല സ്കോളേഴ്സും ചിന്തകന്മാരും മറ്റുമെല്ലാം അമേരിക്കയിൽ നിന്ന് തന്നെ വന്നിട്ട് അവരുടെ സ്വന്തം ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻസിനെ വിമർശിക്കുന്നുണ്ട്. അത് എതിരഭിപ്രായമാണ്. അതിനെ രാജ്യദ്രോഹം എന്ന് പറയാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. ഇനി അവസാന ചോദ്യമാണ്, ഡസ് നോവിങ് ദാറ്റ് സിഗ്നിഫിക്കൻറ്റ് തിങ്സ് ഹാപ്പൻഡ് ഓൺ അതർ സെപ്റ്റംബേഴ്സ് ചേഞ്ച് യുവർ പെർസെപ്ഷൻ ഓഫ് 9/11 ആസ് എ ഹിസ്റ്റോറിക്കൽ ടേം? വൈ? സെപ്റ്റംബർ 11 9/11 എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രയോഗമാണ് ഈ തീവ്രവാദ ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ട്. റോയ് സെപ്റ്റംബറുകളിൽ ഉണ്ടായ മറ്റ് കാര്യങ്ങളെ കൂടി പറയുന്നതിലൂടെ ആ ഒരു ടേമിനെ നമ്മൾ നോക്കിക്കാണുന്ന രീതിക്ക് മാറ്റം ഉണ്ടാവുന്നുണ്ടോ എന്നാണ് ചോദ്യം. അതിന് ഉള്ള പോയിന്റ്സ് നമുക്ക് നോക്കാം. കണ്ടക്സ്റ്റുവൽ അവെയർനെസ്. നോവിങ് ദാറ്റ് other important events happened in September helps us understand 9/11 better, because history is like a big puzzle and looking at other September events is like finding more puzzle pieces. ഇവിടെ പറയുന്നത് കണ്ടക്സ്റ്റ് ആണ്. മറ്റ് സെപ്റ്റംബറുകളിൽ വേറെയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം 9/11 മാത്രമല്ല ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം. ചരിത്രത്തിൽ തുടർച്ചയായി പല സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഇത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നു. ഇതിന് പ്രാധാന്യം ഇല്ല എന്നല്ല, ഇതിന് പ്രാധാന്യമുള്ളതുപോലെ പ്രാധാന്യമുള്ള പല സംഭവങ്ങളും ചരിത്രത്തിൽ ഉടനീളം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് റോയ് ഓർമ്മിപ്പിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. കൂടാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചാപ്റ്റേഴ്സോ സബ്ജക്ട്സോ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ അതും പറയണം. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്